यशोदनन्दन व्रजन रञ्जन यमुनतिरवनचारि यशोदनन्दन व्रजन रञ्जन यमुनतिरवनचारि राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी यशोदनन्दन व्रजन रञ्जन यमुनतिरवनचारि यशोदनन्दन व्रजन रञ्जन यमुनतिरवनचारि जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी यशोदनन्दन व्रजन रञ्जन यमुनतिरवनचारि यशोदनन्दन व्रजन रञ्जन यमुनतिरवनचारि हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे हरे कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे
Hare Hare, Hare Krishna 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 Hare Hare, Hare Ram 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Ram 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 Hare Hare. जय ओम विष्णुपदाय परमहंस प्रजाकचार्य अष्टोत्तर शास्त्र श्री श्रीमद् अद्वैत चरण अरविंद भक्ति वेदांत स्वामी श्रीला प्रभुपाद की जय। जय ओम विष्णुपदाय परमहंस प्रजाकचार्य अष्टोत्तर शास्त्र श्री श्रीमद् भक्ति सिद्धांत सरस्वती ठाकुर महाराज की, आचार्य श्रीला हरिदास ठाकुर की जय। प्रेमेश गौ श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत दादार शिवाचार्य गौर भक्तवृंद की जय। हरि ഇന്നത്തെ ശ്ലോകം ചാപ്റ്റർ 9:31. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയം മുദീരേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭഗവത സേവയാ. ഭഗവത്തെ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നാഷ്ടികി. ചാപ്റ്റർ 9:31. ഇത് 29, 30, 31, 32 ഇതൊക്കെ എല്ലാം ലിങ്ക്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ക്ഷിപ്രം ഭവതി ധർമാത്മാ. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശ്വാശ്വസ് ശാന്തിം നിഗച്ഛതി. ശ്വാശ്വത് ശാന്തിം നിഗച്ഛതി. കൗന്तेय प्रतिजानीहि न मे भक्त प्रणश्यति. क्षिप्रं भवति धर्मात्मा शाश्वत शांतिं निगच्छति. कौन्तेय प्रतिजानीहि न मे भक्त प्रणश्यति. क्षिप्रं भवति धर्मात्मा शाश्वत शांतिं निगच्छति. कौन्तेय प्रतिजानीहि न मे भक्त प्रणश्यति. क्षिप्रं भवति धर्मात्मा शाश्वत शांतिं निगच्छति. कौन्तेय प्रतिजानीहि न मे भक्त प्रणश्यति.
क्षिप्रं भवति धर्मात्मा शश्वच्छान्तिं निगच्छति कौन्तेय प्रतिजानीहि न मे भक्तः प्रणश्यति അവൻ അതിവേഗത്തിൽ ധർമാത്മാവായി ഭവിക്കുന്നു ശാശ്വതമായ ശാന്തിയെ നിഗച്ഛതി പ്രാപിക്കുന്നു കൗന്ദേയ ഹേ കൗന്ദേയ എന്റെ ഭക്തൻ പ്രണശ്യതി നശിക്കുന്നില്ല നാശത്തിന് വിധേയനാകുന്നില്ല എന്ന് പ്രതിജാനീഹി നീ വിളംബരം ചെയ്യുക. വിവർത്തനം പതിതപാവന ശ്രീല പ്രഭുപാദി. അവൻ വേഗത്തിൽ ധാർമ്മികനായി തീർന്ന് ശാശ്വതമായ ശാന്തി നേടുന്നു. എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന് കുന്തിപുത്ര ഉറപ്പിച്ച് പ്രഖ്യാപിക്കൂ. ഭാവാർത്ഥം പതിതപാവന ശ്രീല പ്രഭുപാദി. ചിലരെങ്കിലും ഈ പ്രസ്താവന തെറ്റിദ്ധരിക്കാനിടയുണ്ട്. 7-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെട്ട ഒരാൾക്ക് ഭക്തനാകാൻ കഴിയില്ലെന്ന്. ഭക്തിയില്ലാത്തവരിൽ നല്ല ഗുണങ്ങളൊന്നും കാണുകയില്ല. അപ്പോൾ ഹീനകൃത്യങ്ങൾ കരുതിക്കൂട്ടിയോ അല്ലാതെയോ ചെയ്യുന്ന ഒരാൾ എങ്ങനെ ഒരു ശുദ്ധഭക്തനാവും? ഈ ചോദ്യത്തിൽ ന്യായമുണ്ട്. 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള വിധത്തിലുള്ള ദുഷ്കർമ്മികൾ ഭഗവത് സേവനത്തിന് ഒരിക്കലും മുതിരുകയില്ല. അവർക്ക് നല്ല ഗുണങ്ങളൊന്നുമില്ലെന്ന് ശ്രീമദ് ഭാഗവതവും പറയുന്നു. സാധാരണയായി 9 വിധം സേവന കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭക്തന്റെ ഹൃദയത്തിലെ ഭൗതിക കൽമഷങ്ങൾ ക്രമേണ നീങ്ങിപ്പോകുന്നുണ്ട്. ഭക്തൻ സ്വഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുമ്പോൾ അതിലെ പാപമാലിന്യങ്ങളെല്ലാം സ്വാഭാവികമായി തേഞ്ഞുമാഞ്ഞു പോകും. നിരന്തരമായ ഭഗവത് ധ്യാനം ആ ഭക്തനെ പരിശുദ്ധനാക്കുന്നു. ഉത്കൃഷ്ട നിലയിൽ നിന്ന് പതനം സംഭവിച്ചു പോയാൽ വീണ്ടും വിശുദ്ധി നേടുന്നതിന് ചില പ്രായശ്ചിത്ത ക്രിയകൾ വേദങ്ങളിൽ വിധിച്ചിട്ടുണ്ട്. അത്തരം അനുഷ്ഠാനങ്ങൾ ഇക്കാര്യത്തിൽ ആവശ്യമില്ല. നിരന്തരമായ ഭഗവത് സ്മരണ കൊണ്ട് ഭക്തന്റെ ഹൃദയത്തിൽ ശുദ്ധീകരണ പ്രക്രിയ നടന്നു പോരുകയാണല്ലോ. അതുകൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം നിലയ്ക്കാതെ തുടർന്നു ചെയ്താൽ മാത്രം മതിയാവും. യാദൃച്ഛികങ്ങളായ വീഴ്ചകളിൽ നിന്ന് അത് ഭക്തനെ രക്ഷിക്കും. അങ്ങനെ ഭൗതിക മാലിന്യങ്ങൾ അയാളെ ഒരിക്കലും ബാധിക്കാതെയാവുകയും ചെയ്യും. ഹരേ കൃഷ്ണ. പതിതപാവന ശ്രീല പ്രഭുപാദി. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതമേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വാപദാന്തിഹം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതാപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ ശ്രീരൂപം സാഗജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിത വിശാഖാന്വിതം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്ത കഞ്ചന ഗൗരംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുവ്യശ്ച പതിതാനാം പാവനഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം അംഗം ലംഘം നരേഗിരിം യത്കൃപാതമം വന്ദേ പരമാനന്ദമാധവം യത്കൃപാതമം വന്ദേ ശ്രീ ചൈതന്യം ഈശ്വരം യത്കൃപാതമം വന്ദേ ശ്രീ ഗുരു ദീനദാരിണം. ഹരേ കൃഷ്ണ. അപ്പോൾ 9:31 അതിൽ ഭഗവാൻ നമ്മൾ ഭക്തന്മാർക്ക് എല്ലാവർക്കും ഒരു ഉറച്ച വിശ്വാസം തരാൻ വേണ്ടിയിട്ട് വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. കൗന്തേയ പ്രതിജാനി നാമേ ഭക്ത പ്രണശ്യതി. അർജുന ഈ ചെന്നിട്ട് ഡിക്ലെയർ എന്താ പറയുക മലയാളത്തിൽ പ്രഖ്യാപിക്കാം. അല്ല, വളരെ ഇതിൽ എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല. ക്ഷിപ്രം ഭവതി ധർമാത്മ. ക്ഷിപ്രം വളരെ പെട്ടെന്ന്, വെരി സൂൺ. ഭവതി ആവും, ധർമാത്മാവും എൻ്റെ ഭക്തൻ. ശാശ്വത് ശാന്തിയും, ശാശ്വതമായിട്ടുള്ള ശാന്തിയും കിട്ടും. നിഗച്ഛത്തി, പെട്ടെന്ന്. കഴിഞ്ഞ 9:30 പറയുന്നുണ്ട്, അഭിഷേക് സു ദുരാശാരോ ഭജത്തെ മാം അനന്യഭ സാധുരേവ സ മന്തവ്യ സമ്യക് ഷിതോ ഹിഷ. 9:30 പറയുന്നുണ്ട് ദുരാചാരം പറഞ്ഞ ഏറ്റവും വലിയ പാപം ചെയ്തവൻ അവൻ ഭക്തിയോഗി ആയതുകൊണ്ട് അവൻ സാധുവാണ് എന്ന് പറയുന്നു ഭഗവാൻ. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഭക്തിയോഗി താൽക്കാലികമായിട്ട് വീണാളും അവൻ അടുത്ത ശ്ലോകത്തിൽ ഇവിടെ പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ധർമാത്മാവാണ്. ധർമാത്മാവ് മാത്രമല്ല അവന് ശാശ്വതമായിട്ടുള്ള ശാന്തിയും കിട്ടുന്നുണ്ട്. കൗന്തേയ പ്രതിജാനി നാമേ ഭക്ത പ്രണശ്യതി. അപ്പോൾ ഇവിടെ പ്രഭുപാദ് പറയുന്നുണ്ട്, ദിസ് ഷുഡ് നോട്ട് ബി മിസ്അണ്ടർസ്റ്റുഡ്. ഇത് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. എന്താണ് 7ാമത്തെ ചാപ്റ്ററിൽ ഭഗവാൻ പറയുന്നുണ്ട്, 7:15 ഭഗവാൻ പറയുന്നത്, നാമം ദുഷ്കൃമിത്തോ മൂഢ പ്രപദന്തെ നരാധമ. എൻ്റെ അടുത്ത് എന്താ പറയുക, നരാധമ പറഞ്ഞ വളരെ മോശമായിട്ടുള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർക്ക് എന്നെ നേടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. വൺ ഹു ഈസ് നോട്ട് എ ഡിവോട്ടി ഓഫ് ദ ലോർഡ് ഹാസ് നോ ഗുഡ് ക്വാളിഫിക്കേഷൻ വാട്ട്സോവർ. ആരാ എൻ്റെ അല്ലാത്തവർ, അവർക്ക് എത്ര നല്ല ഗുണങ്ങളുണ്ടെങ്കിലും വൺ ഹു ഇസ് നോട്ട് എ ഡിവോട്ടി ഓഫ് ദ ലോർഡ് ഹാസ് നോ ഗുഡ് ക്വാളിഫിക്കേഷൻ വാട്ട്സോവർ. ഭക്തനല്ലെങ്കിൽ എത്ര നല്ല ഉള്ള സ്വഭാവം ഉണ്ടെങ്കിലും എന്താ പറയുക, ആത്മീക ദൃഷ്ടിയിൽ അത്ര വലിയ ആളല്ല. വൺ ഹു ഇസ് നോട്ട് എ ഡിവോട്ട്. The question remains then, how can a person engage in the abominable activities either by accident or by intention? അപ്പോൾ ചോദ്യം എന്താ, അപ്പോൾ എങ്ങനെയാണ് താൽക്കാലിക വീഴ്ചയുള്ള ആൾ ഭക്തനാവാണ്? അപ്പോൾ ഇവിടെ ഗീതയിൽ പറയുന്നുണ്ട്, ഭക്തിയോഗിനെ കുറിച്ച് പറയുന്നുണ്ട്. അംബരീഷ ചക്രവർത്തി, അദ്ദേഹം ഭൗതിക തലത്തിൽ നോക്കുമ്പോൾ ഒരു എന്താ പറയുക ഭൗതികവാദി ചക്രവർത്തിയാണ്, ഒരു എന്താ പറയുക അഡ്മിനിസ്ട്രേറ്ററാണ്, ഭരണാധികാരിയാണ്. ദുർവാസ മുനിയോ അദ്ദേഹം ഭയങ്കര തപസ്വിയാണ്, വെള്ളത്തിൽ നടക്കും, വായു മാത്രം ശ്വസിച്ച് മാസങ്ങളിരിക്കും, വായു ശ്വസിക്കാതെയും കുറേ കാലങ്ങൾ തപസ്യ ചെയ്യാൻ പറ്റും. പക്ഷേ വ്യത്യാസം എന്താ വെച്ചാൽ ദുർവാസ മുനി അപരാധം ചെയ്തപ്പോൾ അംബരീഷ് മഹാരാജ അതിൻ്റെ പിന്നെ സുദർശന ചക്രം ദുർവാസ മുനിനെ അങ്ങനെ പിന്നാലെ അങ്ങനെ ചേസ് ചെയ്ത് വന്നു. എന്നിട്ട് അദ്ദേഹം പല സ്ഥലത്തും ദേവന്മാരുടെ അടുത്ത് പോയി, പിന്നെ വലിയ ഉയർന്ന
ലോകത്തേക്ക് പോവുക. ബ്രഹ്മലോകം, ബ്രഹ്മാവിൻ്റെ അടുത്ത് പോവുക. സത്യലോകം, ബ്രഹ്മലോകൻ്റെ ലോകം സത്യം. പിന്നെ അത് കഴിഞ്ഞ് സത്യലോകത്തിൽ നിന്ന് മേലെ നമ്മളെ ശിവലോകത്തിലേക്ക് പോകണു. അവിടുന്ന് അവസാനം വൈകുണ്ഠത്തേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ഭഗവാന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഭഗവാൻ പറയേണ്ടത്, എൻ്റെ സുദർശന ചക്രനാണെങ്കിൽ തന്നെ എൻ്റെ ഭക്തന്മാരുടെ കൺട്രോളിലാണ് ഞാൻ. എങ്ങനെ ഒരു പരിശുദ്ധിയായിട്ടുള്ള ഭാര്യയുടെ കൺട്രോളിലാണ് ആര്? ഭർത്താവ്. എന്താണ് അവർ അത്രയും സേവ ചെയ്തുകൊണ്ട് ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി എന്തും ചെയ്യും എന്ന് പറഞ്ഞ മാതിരി ഭക്തന്മാർ ഭഗവാന് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ ഭക്തി കൊണ്ട് ഭഗവാനെ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഭക്തൻ വിചാരിച്ചാൽ മാത്രമേ, ഭക്തൻ പൊറത്തു കൊടുത്താൽ മാത്രമേ ഭഗവാൻ അത് പുറത്തു കൊടുക്കുള്ളൂ. അതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ ഭഗവാൻ പറയാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ, ഇങ്ങോട്ടേക്ക് അംബരീഷ് ചക്രവർത്തിയുടെ അടുത്ത് തന്നെ മാപ്പ് ചോദിക്കാൻ. പക്ഷെ അംബരീഷ് മഹാരാജാവ് ശുദ്ധ ഭക്തനാണ്. അതുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. എന്താ അദ്ദേഹം ഇവന്ത ദുർവാസമുനിയാണ് അപരാധം ചെയ്തിട്ടുണ്ടെങ്കിലും ഫുള്ള് ദുർവാസമുനി ഒരു പകമാരിയാണ് അംബരീഷ് ചക്രവർത്തിയുടെ അടുത്ത് കാട്ടിയത്. പറഞ്ഞ ഇൻറ്റൻഷനലായിട്ട് ബോധപൂർവം ചെയ്ത അപരാധമാണ്. എന്നിട്ടും അംബരീഷ് ചക്രവർത്തി കാത്തു നിൽക്കുമായിരുന്നു എപ്പോഴും ദുർവാസമുനി വരാൻ, എന്നിട്ടാണ് കഴിക്കലോ എന്ന്. എന്നിട്ട് ദുർവാസമുനി ഓടി വന്ന് പാദമയ്ക്ക് വീഴുമ്പോൾ അംബരീഷ് മഹാരാജന് വളരെ നാണം തോന്നാണ്. ഇത്ര മുനി, ഒരു വലിയ ഋഷി വന്ന് എൻ്റെ കാലിലേക്ക് വീഴാണ്. എന്നിട്ട് ഉടനെ ദുർവാസമുനി പറയാണ്, നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എത്ര വലിയ ഭക്തനെ, ഞാൻ വലിയ അപരാധ ചെയ്തതെന്ന്. അപ്പോൾ അതാണ് ഒരു ഭക്തിയോഗിയുടെ ശക്തി. സാധാരണ ഒരാൾ എന്തൊക്കെ സ്വഭാവമാവട്ടെ, പക്ഷേ ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാം, എന്താ നിരീശ്വരവാദികൾ നല്ല ആൾക്കാരാണ്. പക്ഷേ ഒരു ഭക്തൻ ചിലപ്പോൾ ഒരുപാട് പോരായ്മകളുണ്ടാവും. പക്ഷെ അവന് പതുക്കെ അവന് എപ്പോഴും കൃഷ്ണ നാമം ചെല്ലുന്നുണ്ട് അവൻ്റെ പാപങ്ങളെല്ലാം കത്തിപ്പോവും. എന്നിട്ട് അവൻ നല്ല ആളാവും. അതാണ് അവിടെ പറയുന്നത്, വളരെ പെട്ടെന്ന് ക്ഷിപ്രം ഭവതി, ധർമാത്മാവും. ഏറ്റവും വലിയ മാത്രമല്ല ശാശ്വതമായിട്ടുള്ള ശാന്തിയും കിട്ടും. അപ്പോൾ പ്രഭുപാദ് പറയുന്നുണ്ട്, നമ്മളെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ഇസ്കോണിലെ തുടക്കകാലത്തൊക്കെ 17-18 വയസ്സുള്ള പയ്യന്മാരായിരുന്നു. പറഞ്ഞ ഡ്രഗ് അഡിക്ട്സ്, പിന്നെ അവീത ബന്ധങ്ങൾ വെച്ച ചെറുപ്പക്കാരായിരുന്നു. ആ സമയത്ത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഇതിൽ നമ്മളെ പ്രഭുപാദിൻ്റെ ഗീത വായിച്ചിട്ടും പിന്നെ ഹരകൃഷ്ണ മന്ത്രം ചൊല്ലിയിട്ട് അവർ ഈ കൃഷ്ണബോധം സ്വീകരിച്ചവർ. അപ്പോൾ അവർ തിലകൊട്ടിട്ട് നല്ല സാത്വികമായിട്ടുള്ള ജീവിതം കഴിച്ചത്. പക്ഷേ അവർ ചെറിയ ഡീറ്റെയിൽസ് തെറ്റ് വരുത്തി. പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകില്ല, ചിലപ്പോൾ ടിഷ്യൂ പേപ്പറായിട്ട് തുടയ്ക്കുക ഉണ്ടാവും. അപ്പോൾ ഇന്ത്യയിലൊക്കെ വരുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ അവർ തെറ്റായിട്ടാണ് കണ്ടിരുന്നത്. ഈ ചെറിയ ഇതൊക്കെ അവർ തെറ്റ് കാണില്ല. അപ്പോൾ പ്രഭുപാദ് പറയും, അവർ എന്താ പറയുക, അവർ വളർന്ന കൾച്ചർ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് അവരടുത്ത് ഈ തെറ്റ് പറ്റുന്നത്. പക്ഷെ അവർ ഈ വലിയ ഉദ്ദേശം നോക്കണം. അവരിതൊക്കെ ത്യജിച്ചിട്ട് അമേരിക്ക ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെക്കാളും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ വലിയ വ്യത്യാസമില്ല. ഈ 60 കാലഘട്ടത്തിലൊക്കെ പറഞ്ഞാൽ ഒരു 500 കൊല്ലം വ്യത്യാസത്തിൻ്റെ അത്രയ്ക്ക് വ്യത്യാസമായിരുന്നു അമേരിക്കയും നമ്മളെ ഇന്ത്യയും തമ്മിൽ. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞ അത്രയും വലിയ രാജകീയമായിട്ടുള്ള ഒരു പദവിയിൽ നിന്ന് അവർ സാധാരണ ഈ നിലയ്ക്ക് അവർ ഭഗവാന് വേണ്ടി ത്യജിച്ചിട്ടുണ്ടല്ലോ, അത് നോക്കണമെന്ന് ഇന്ത്യക്കാരോട് പ്രഭുപാദ പറഞ്ഞിരുന്നു. പക്ഷെ അതേ സമയത്ത് പ്രഭുപാദ പറയും, ബോധപൂർവം നമ്മൾ ഇൻറ്റൻഷനലി തെറ്റ് ചെയ്യുന്നത് അത് പാപമാണ്. ആക്സിഡൻ്റൽ വീഴ്ച കുഴപ്പമില്ല, പക്ഷെ അറിയാതെ നമ്മൾ വീഴ്ച പറ്റുന്നത് കുഴപ്പമില്ല. പക്ഷെ ബോധപൂർവം ചെയ്യുന്ന തെറ്റ് അത് ചെയ്യാൻ പാടില്ല. ഭക്തൻ പറഞ്ഞ ഉദാഹരണത്തിന് മൊബൈൽ നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുക, എന്നിട്ട് പറയാൻ ഞാൻ ഭക്തനാണ്, അതുകൊണ്ട് എനിക്ക് ഇതൊന്നും എന്താ പറയുക ബാധകമല്ല. അപ്പോൾ അങ്ങനത്തെ ബോധപൂർവമായിട്ടുള്ള തെറ്റുകളൊക്കെ ചെയ്യരുത് നമ്മൾ. പിന്നെ ഒരിക്കൽ പണ്ട് പുസ്തക വിതരണം ഉള്ളപ്പോൾ വലിയ അമേരിക്കയിലത്തെ ഒരു പോപ്പുലറായിട്ടുള്ള
ഒരു സ്ത്രീ ഉണ്ടായി, ലെഡ്വിൻ പറഞ്ഞിട്ട്. അവർ പ്രഭുപാദിനെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ചിരുന്നു. അപ്പോൾ ഒരു റോഡിലൊരിക്കൽ കണ്ടു ഈ ഭക്തന്മാർ നിർബന്ധിച്ച് ബുക്ക് പിടിപ്പിക്കുക ആൾക്കാരെ. നിർബന്ധിച്ചല്ല, ക്യാൻവാസ് ചെയ്യുക. അപ്പോൾ നമ്മൾ LICയിലെ ആൾക്കാർ ക്യാൻവാസ് ചെയ്യില്ലേ കസ്റ്റമറെ കിട്ടാൻ. പക്ഷേ ഒരു ഭഗവാന്റെ എന്താ പറയുക നോളേജ്, ബാക്കിയുള്ള ആത്മാക്കൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാണ്. അപ്പോൾ അവർ കണ്ടപ്പോൾ പ്രഭുപാദിൻ്റെ അടുത്ത് ലെറ്റർ എഴുതിയിരുന്നു. അതേമാതിരി നിങ്ങളുടെ ഇത് എന്താ പറയുക ഇത് പ്രസ്ഥാനം പറഞ്ഞ ഈ മാനവ സേവയ്ക്ക് അമേരിക്കയിൽ വന്ന ഒരു വലിയ ഒരു ട്രഷറാണ്. അതുകൊണ്ട് പല ആൾക്കാരും രക്ഷപ്പെട്ട് വരികയാണ്. പക്ഷെ ചില ആൾക്കാർക്ക് പക്വത ഇല്ല. അവർ പോയി പുസ്തകമൊക്കെ റോഡിലെ ആൾക്കാരെ കൊണ്ട് ഭയങ്കരമായിട്ട് സമയം ഇതാക്കിയിട്ട് ക്യാൻവാസ് ചെയ്ത് ഏകദേശം നിർബന്ധിച്ച് പിടിപ്പിക്കുകയാണെന്ന്. അപ്പോൾ പ്രഭുപാദ് കുറേ കാലം കഴിഞ്ഞിട്ട് തിരിച്ച് ലെറ്റർ, പ്രഭുപാദ് അങ്ങനെയാണ് ഇപ്പോൾ ഓരോരുത്തർക്ക് പറഞ്ഞ വലിയ ആൾക്കാർ ഭയങ്കര സെൻസിറ്റീവാണ് അവരൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഉത്തരം കൊടുക്കുക വെച്ച് പ്രഭുപാദ് പണ്ട് കാലത്ത് എഴുതണം കൈകൊണ്ട്, ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെട്ട് പോസ്റ്റ് ചെയ്തു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ തിരക്കിലായിരുന്നു, അതുകൊണ്ട് എഴുതാൻ പറ്റിയില്ല. നിങ്ങൾ പറഞ്ഞത് ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്, ഈ ചില ചെറുപ്പക്കാരങ്ങനൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോൾ പ്രഭുപാദ് ഈ ശ്ലോകം അവരുടെ അടുത്ത് കോട്ട് ചെയ്യാണ്. അപ്പിസേ സുദുരാചാരം ഭജന്തേമം സാദരേവസമന്തവ്യം. പ്രഭുപാദ് അതിൽ ഈ കോട്ട് ചെയ്യണം. വരി ഇവർ നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്വത ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിലത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങളത് ഒരു ഇൻറ്റൻഷൻ നോക്കണം. അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവരുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടോ ഇതിന് വേണ്ടിയിട്ടില്ല. അവർ ചെറുപ്പം യുവമായിട്ടുള്ള സമയം, യുവത്വം ഇതിനു വേണ്ടി ത്യജിച്ചിട്ട് ഒരു ബാക്കിയുള്ളവർക്ക് ഈ ജ്ഞാനം കിട്ടിയിട്ട് അവർ ഈ ആത്മാവ് രക്ഷപ്പെട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് ചെയ്യണം. ആഫ്റ്റർ ഓൾ ഈ ഭൗതിക ലോകം ദുഃഖാലയം അശാശ്വതമാണിത്. ഇവിടെ എന്ത് ഇതാണല്ലോ, ശരിക്കുള്ള സ്നേഹമൊന്നുമില്ല. അപ്പോൾ നിങ്ങളതൊക്കെ പുറത്തു കൊടുത്തിട്ട് അവരെ ഈ ഉദ്ദേശം നോക്കണം. അവർ എന്തെല്ലാം ത്യജിച്ചിട്ട് ഇതാക്കിയതല്ല. പക്ഷെ അതേസമയം പ്രഭുപാദ് പറയുന്നുണ്ട്, നമ്മൾ ഭക്തന്മാർ കാലം ദേശം ആ സന്ദർഭം അനുസരിച്ചിട്ട് നടക്കണം. അതല്ലാതെ ചീത്ത പേര് കേൾപ്പിക്കരുത്. നമ്മൾ എന്താണ് നമ്മൾ ഭക്തന്മാർ ഈ കുറി ഇത് കെട്ടിട്ട് അവസാനം നമ്മൾ സമൂഹത്തിൽ ഉള്ള ആ കാലം ദേശം സന്ദർഭം അനുസരിച്ചിട്ടുള്ള കൾച്ചറിൻ്റെ വ്യത്യാസമായിട്ട് പോയിട്ട് നമ്മൾ ബാക്കിയുള്ള നമ്മളെ ഈ പ്രഭുപാദിനും ഈ പ്രസ്ഥാനത്തിനും ചീത്ത പേര് കേൾപ്പിക്കരുത്. കാരണം ഇത് നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്യാം. വലിയ നമ്മൾ കുറികൾ ഇതൊക്കെ തുടങ്ങണം, കണ്ടിമാലൊക്കെ ഇടണം. അതേ സമയത്ത് നമ്മൾ എക്സാംപിളറി അല്ലാതെ നമ്മൾ പ്രവർത്തിച്ച അത് ചീത്ത പേരാണ്. പിന്നെ നമ്മൾ ഭക്തന്മാരെ കാണുന്നത് ചിലപ്പോൾ ഭക്തന്മാരുടെ സമൂഹത്തിൽ നമ്മൾ ചിലപ്പോൾ ചില ഭക്തന്മാർക്ക് ദേഷ്യം ഉണ്ടാവാം. അപ്പോൾ നമ്മളത് ഇത് കാണണം. ഒരു കൃഷ്ണഭക്തി, കൃഷ്ണനെ ഫുള്ളും എന്താ പറയുക ആശ്രയിച്ച് അവർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പോരായ്മകളൊക്കെ ഇത് നമ്മൾ അവരുടെ അടുത്ത് കാണണം. അത് അല്ലാണ്ട് അത് നമുക്കുള്ളതല്ല. നമ്മളിങ്ങനെ ചെയ്യാന്നിട്ട് ഞാൻ ഭക്തനാ പറഞ്ഞിട്ടല്ല. ബാക്കി ഭക്തന്മാർ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കാണണം. ഒരു ആഫ്റ്റർ ഓൾ അവർ ശുദ്ധ ഭക്തി ഫോളോ ചെയ്യുക. പിന്നെ പോരായ്മകൾ പലതുണ്ടാകും. ചിലപ്പോൾ ചിലവർക്ക് ദേഷ്യം ഉണ്ടാവാം, പലതും ഉണ്ടാവാം. അല്ലെങ്കിൽ അവർ പഴയ ചരിത്രം എടുത്ത് നമ്മൾ ഇടരുത്. തമ്മിൽ ഗോസിപ്പ് പാടില്ല. കുശു അവരെ ഇതൊക്കെ അതൊക്കെ നമ്മൾ അവരെ നെഗറ്റീവ് ഷെയർ ചെയ്യുമ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള ഇത് നമുക്ക് വരും. ഉദാഹരണത്തിന് ഇപ്പോൾ അവർ ഇത് ചെയ്യണില്ല, അത് ചെയ്യണില്ല. ഒരിക്കൽ ഒരു രാധാനാഥ സ്വാമി മഹാരാജ് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ചിലപ്പോൾ പറയാം ഒരു ഞാൻ 10 കൊല്ലമായിട്ട് മംഗളാരത്തിക്ക് വരുന്നുണ്ടോ, എത്ര നേരം ഉണ്ട്, ഇവൻ അത് ചെയ്യണില്ല. അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മളുടെ സാധന നഷ്ടപ്പെടും. അപ്പം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കരുത്. ഭക്തന്മാർ പറഞ്ഞ ചീത്ത നെഗറ്റീവ് ഇത് ഒരു പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ നോക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഉയരാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ താഴേക്ക് വീഴും. പക്ഷേ ഇതൊക്കെ പറയുന്നത് ആരാ, നമ്മൾ ബാക്കിയുള്ളവർ നല്ലത് നോക്കണം. പക്ഷെ നമ്മൾ ബെസ്റ്റായിരിക്കണം. കാരണം ഇത് നമ്മളിങ്ങനെ ചെയ്തിട്ട് ഇതിലൂടെ
ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, ക്ഷിപ്രം ഭവതി ധർമാത്മ പറഞ്ഞിട്ട് നമ്മൾ സ്വയം ഈ എക്സാമ്പിൾ നമുക്ക് വേണ്ടിയിട്ടില്ല, നമ്മൾ ബെസ്റ്റായിട്ട് നല്ല എക്സാമ്പിൾ ആവുക. പക്ഷെ ബാക്കിയുള്ള ഭക്തന്മാരെ ഈ ചിലപ്പോൾ ഒരു ദേഷ്യക്കാരോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ നമ്മളത് മൈൻഡ് ചെയ്യാതെ ഒത്തൊരുമയായിട്ട് പോവാം. അപ്പോൾ പ്രഭുപാദിൻ്റെ ഈ ചില ലെറ്റേഴ്സിൽ ഇതിനെ കുറിച്ചിട്ടുള്ള ശ്ലോകങ്ങൾ പ്രഭുപാദ് പറയാം, അതിനെ നമ്മൾ കമ്പൈൽ ചെയ്ത് പറഞ്ഞതാണ്. പിന്നെ ഇതിഹാസത്തിൽ നോക്കിയാൽ നമുക്കറിയാം, ഇന്ദ്രൻ ഇൻറ്റൻഷനലി അപരാധം ചെയ്തു അല്ലേ, വ്രജവാസികളോട് അവരവരെ യജ്ഞം ചെയ്തില്ല പറഞ്ഞിട്ട് മഴ ബുദ്ധിമുട്ടുണ്ടാക്കി. ഒരു ഇൻറ്റൻഷനലി അതേ സമയത്ത് ഭക്തനാണ് പറഞ്ഞാൽ അങ്ങനത്തെ ഭക്തിയല്ല, നമ്മളുടെ ശുദ്ധ ഭക്തിയല്ല ഇന്ദ്രൻ്റെ. ഇന്ദ്രൻ ഭഗവാനാണ്, സർവ്വതിൻ്റെ സ്രോതസ് മനസ്സിലാക്കുന്ന ആളാണ്. പക്ഷെ പിന്നെ ഭഗവാൻ പുറത്ത് കൊടുക്കുകയാണ്, ഇന്ദ്രൻ വന്ന് മാപ്പ് ചോദിക്കുകയാണ്. നേരെ മറിച്ച് സുഖമഹർഷി പറഞ്ഞ അൺഇൻറ്റൻഷനലായിട്ട് ചെയ്ത പറഞ്ഞ സുഖമഹർഷി വെള്ളം ദാഹിച്ച് ജീവൻ പോണ സ്റ്റേജിലാണ് ശൃംഗേരി അവിടെ ആശ്രമത്തിൽ വന്നിട്ട് അവിടെ വെള്ളം ചോദിച്ചപ്പോൾ കിട്ടാത്തപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ പറഞ്ഞാൽ വെള്ളം ഒന്നുമില്ലാതെ ഒരു നല്ല രാജാവായിരുന്നു അദ്ദേഹം. പ്രജകളെ എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ പോയി നോക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരു ഇതിന് കാട്ടിൻ്റെ ഉള്ളിൽ പോയ ആളായിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം വെള്ളം കിട്ടാതെ അത് സാഹചര്യം കൊണ്ട് ചത്ത പാമ്പിനെ കഴുത്തിലിട്ടു. അപ്പോൾ ശൃംഗേരിയുടെ മകൻ അവിടുന്ന് ശപിക്കുകയാണ്, ഇതേമാതിരി 5 വയസ്സ് എടുത്ത് ചാടിയിട്ട് ചെറിയതായിട്ട്. പക്ഷെ സ്വന്തം അച്ഛൻ തന്നെ പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തായാലും അദ്ദേഹം സാധാരണ ഋഷിയല്ല, രാജഋഷിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ തിരിച്ചത് ഈടാക്കായിരുന്നു, ന്യൂട്രലൈസ് ചെയ്യായിരുന്നു. പക്ഷെ ചെയ്തില്ല. സുഖമഹർഷി തെറ്റിപ്പോയി. പരീക്ഷിത് മഹാരാജാവ് അത് തിരിച്ച് ചെയ്തില്ല. എന്തായാലും അദ്ദേഹം വിചാരിച്ചത് ഞാനിത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, എൻ്റെ ജീവൻ എൻ്റെ വിധിച്ചിട്ടുള്ളത് ഇപ്പോഴാണ്, അപ്പോൾ ഞാൻ ഇത് സ്വീകരിക്കുകയാണ് ഈ ശാപം. പക്ഷേ എനിക്ക് ഇത് എങ്ങനെയാണ് ഒരു മരിക്കാൻ പോണ ആൾ എൻ്റെ ഡ്യൂട്ടി എന്താണ്, എങ്ങനെയാണ് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോവുക, അതിനുള്ളതാണ് നമ്മൾ ഭാഗവത സപ്താഹം ചെയ്യുന്നത്. 7 ദിവസം സുഖമഹർഷിയുടെ വായിന്ന് പരീക്ഷിത് മഹാരാജാവ് കേൾക്കുകയാണ് ഭാഗവതം. ആ ഭാഗവതം ഭാഗവത് മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. ഭാഗവതം ഈ നമ്മളിത് ഇപ്പോൾ ഈ കഥ കേട്ടതിന് ഭാഗവതത്തിൻ്റെ ഒരു ഭാഗം. ഈ ഭാഗവതം ഒരു ശ്ലോകം വായിച്ച ഒരു കപില പശുവിനെ ദാനം ചെയ്തതിൻ്റെ ഫ്രൂട്ടാണ്, ഫലം കിട്ടുന്നത്. നേരെ മറിച്ച് ഒരു അക്ഷരം ശ്ലോകം ഒരു കപില പശുവിൻ്റെ, അതേമാതിരി ഒരു ശ്ലോകം വായിച്ച 1000 പശുവിൻ്റെ ദാനം ചെയ്തതിൻ്റെ ഫലമാണ് ഭാഗവതം. അപ്പോൾ ഈ ഭാഗവതമൊക്കെ നമ്മൾ ചെറിയ കഥകൾ, അത് ഒരു വേദശ്ലോകങ്ങളാണ്, വേദത്തിൻ്റെ ഫ്രൂട്ട്സാണത്. അത് ഭാഗവത്തിൽ പല ഇതിഹാസത്തിലും കാണുന്നുണ്ട്. നമ്മുടെ അജാമിലൻ്റെ വീഴ്ച. അജാമിലൻ പൂ പറിക്കാൻ പോയതായിരുന്നു. അപ്പോൾ പൂ പറിക്കാൻ പോയപ്പോൾ നല്ല സേവനത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. അവിടെ അറിയാതെ വേശ്യയും വേറെ ഒരു വളരെ മിസ്ബിഹേവ്ഡ് ആയിട്ടുള്ള ഒരാൾ തമ്മിലുള്ള സംവാദം അങ്ങനെ കാണുകയാണ്. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ബന്ധമാണ് അവർ ആ കാട്ടിൽ കാണുന്നത്. അപ്പോൾ ആദ്യത്തെ നോട്ടത്തിൽ അറിയാതെ വീഴ്ചപ്പെടുക, വേണിച്ച് ചെയ്തതല്ല അജാമിലൻ. പിന്നെ അടുത്തത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ബീജം വരികയാണ്, കാമത്തിൻ്റെ ബീജം വന്നിട്ട് അവസാനം വേശ്യനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പരിശുദ്ധിയായ ഭാര്യ അമ്മ ഒക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ പിന്നെ അത് ഇൻറ്റൻഷനലി ചെയ്യാൻ തുടങ്ങിയത്. ആദ്യം അൺഇൻറ്റൻഷനലായിരുന്നു, പിന്നെ അത് ഇൻറ്റൻഷനലാണ്. അപ്പോൾ ഇൻറ്റൻഷനായിട്ട് ചെയ്യുന്ന
പാവമാണ്. പക്ഷേ ഇദ്ദേഹം അതിൻ്റെ എന്താ പറയുക, ഏഴാമത്തെ അപരാധം എന്താ വെച്ചാൽ നമ്മൾ പാപം ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഹരിനാമം ജപിക്കേണ്ട വെച്ചിട്ട് അത് നെഗ്ലക്റ്റ് ചെയ്യാം. അതൊരു വലിയ അപരാധമാണ്. ഇത് ഇവിടെ ഇദ്ദേഹം അത് കൗണ്ടറാക്ട് ഒന്നും ചെയ്യാൻ നോക്കിയിട്ടില്ല. അത് തെറ്റ് ചെയ്തിട്ട് നാമം ജപിച്ച് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഭക്തന്മാർ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ നാമം ജപിക്കണോണ്ട് ബാക്കിയുള്ളവരെ തെറ്റുകൾ നമ്മൾ പറഞ്ഞില്ലേ, അത് ചർച്ച ചെയ്താൽ അത് വലിയ അപരാധമാണ്. പക്ഷെ നമ്മളത് നാമം ജപിച്ചിട്ട് നമ്മൾ അപരാധങ്ങളും തെറ്റുകളും ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ ബാക്കിയുള്ളവരെ തെറ്റുകൾ എങ്ങനെയാ വെച്ചാൽ, പ്രൂഫാന്ന് പറയും, ചന്ദ്രനിൽ ചിലപ്പോൾ ചെറിയ സ്പോട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്നാലും ചന്ദ്രൻ്റെ വെളിച്ചം ഭയങ്കര സ്ട്രോങ് എല്ലായിടത്തും എത്തും. അപ്പോൾ ചെറിയ ചെറിയ തെറ്റ് ബാക്കിയുള്ളവരെ ആ ചെറിയ പാച്ച് നോക്കരുത് അവർ. പക്ഷെ നമ്മൾ എക്സാംപ്ലറി ആയിട്ട് ഉണ്ടാവണം. എന്താ പറയുക, നാമം ജപിക്കുന്നതുകൊണ്ട് നമുക്ക് ഭയം വേണം എപ്പോഴും. ഞാൻ തെറ്റ് ചെയ്താൽ ഇത് എന്താ പറയുക, പ്രഭുപാദിന് ചീത്ത പേരാ. പ്രഭുപാദിൻ്റെ ശരീരമാണ് ഇസ്കോൺ. അപ്പോൾ അത് ഇസ്കോണിന് ചീത്ത പേരാണ്, പ്രഭുപാദിന് ഓട്ടോമാറ്റിക്കായിട്ട് ചീത്ത പേരാണ്. നമ്മളത് വളരെ ഇതായിട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ ഒരുപാട് അങ്ങനെ ചരിത്രത്തിൽ ഇങ്ങനത്തെ സ്റ്റോറീസ് ഉണ്ട്. എന്താ പറയുക, എങ്ങനെയാണ് ഭക്തന്മാർ അറിയാതെ വീണിട്ട് പിന്നെ അവർക്ക് വിജയം നേടിയത്. ഈ അജാമിലിൻ്റെ മോക്ഷത്തിലാണ് തിരിച്ച് അജാമിലിനെ എന്താ പറയുക, പരമാത്മാവായിട്ട് വന്ന് കൃഷ്ണൻ തോന്നിക്കാണ് 10ാമത്തെ മോനെ നാരായണ എണീപ്പിക്കാൻ തോന്നുക. അങ്ങനെ നാരായണ എന്ന് വിളിച്ചിട്ട് അവസാനം അജാമിലിന് ചാൻസ് കിട്ടുകയാണ്. നമുക്കറിയാലോ അജാമിലിൻ്റെ മോക്ഷത്തിൽ വിഷ്ണുദൂതന്മാർ വരുന്നുണ്ട്, പിന്നെ യമദൂതന്മാർ വരുന്നുണ്ട്. അവർ തമ്മിലുള്ള വർത്തമാനം കേട്ട് അപ്പോഴാണ് അജാമിലിന് മനസ്സിലാവണ ചെയ്ത അപരാധങ്ങൾ. പിന്നെ 12 കൊല്ലം ഹരിദ്വാറിൽ പോയിട്ട് ഫുള്ളായിട്ട് ഭക്തിയുത സേവനം ചെയ്തിട്ട് ഭഗവാന്റെ വൈകുണ്ഠത്തേക്ക് പോകണം. അങ്ങനെ വിജയിക്കുകയാണ്. ഈ ശ്ലോകത്തിൻ്റെ അത് ക്ഷിപ്രം ഭവതി ധർമാത്മാവാണ് തിരിച്ച് അജാമിലൻ. പിന്നെ അതിൻ്റെ പ്രൂഫാണ് ഒരിക്കലും നശിക്കില്ല ഭക്തന്മാർ. അങ്ങനെ ഏറ്റവും വലിയ വിജയം നേടിയത് പരീക്ഷിത് മഹാരാജാവിന് ആണെങ്കിലും ശരി. പിന്നെ പക്ഷേ ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ട്, പറഞ്ഞ ഡ്യൂപ്ലിസിറ്റിയുള്ള ആൾക്കാർ, പറഞ്ഞ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. ആരമാര്യ നമ്മളെ ദുര്യോധനൻ, ശകുനി, ഇവർക്കൊക്കെ എന്താ പറയുക, ഈ കാറ്റഗറിയിൽ പെട്ട ആൾക്കാരല്ല. അവർക്ക് ആവാനും പറ്റില്ല. പറഞ്ഞ എന്താ, ഡ്യൂപ്ലിസിറ്റിയാണ്, പറഞ്ഞ 2 മുഖമാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ഭാഗ്യം കിട്ടില്ല. പിന്നെ ഇതിൻ്റെ അവസാനം പ്രഭുപാദ് പറയേണ്ടത് ഇതിൽ ഈ പുറപ്പെട്ടിൽ therefore പറഞ്ഞ but there is no such condition because the purifying process is already ഇതിൻ്റെ തൊട്ടം മുമ്പിൽ. അതാണല്ലോ, ദിസ് ക്വസ്റ്റ്യൻ മേ ജസ്റ്റ്ലി ബി റേസ്ഡ്. ദ മിസ്ക്രിയൻസ് ആസ് സ്റ്റേറ്റഡ് ഇൻ ദി 7th chapter who never come to the devotional service of the Lord have no good qualification as it is stated in the Srimad Bhagavatam. Generally, a devotee who is engaged in the 9 kinds of devotional activities is engaged in the process of cleansing all material contamination from the heart. He puts the Supreme Personality of Godhead within his heart and all sinful contamination are naturally washed away. Continuous thinking of the Supreme Lord makes him pure by nature. According to the Vedas, there is certain regulation that if one falls down from his exalted, yes, no. പറഞ്ഞ ഇതാണ്. ഇപ്പോൾ വേദങ്ങളിലുണ്ട്, ആരെങ്കിലും എന്താ അതേമാതിരി വലിയ പാപങ്ങൾ ചെയ്തിട്ട് താഴേക്ക് വീഴാച്ചാൽ ഒരുപാട് തപസ്യ ചെയ്യണം, യജ്ഞങ്ങൾ ചെയ്യണം, തിരിച്ച് എന്താ പറയുക, അവർക്ക് മോക്ഷം കിട്ടാനോ അല്ലെങ്കിൽ അവരിതിന്ന് രക്ഷപ്പെടാൻ. പക്ഷേ ഇവിടെ പ്രഭുപാദ് പറയേണ്ടത്, ഭക്തന്മാരെപ്പോഴും ഭഗവാനെ ഹൃദയത്തിൽ വെച്ച് നാമം ജപിക്കുന്നതുകൊണ്ട് അവർക്ക് ഈ വക പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ തിരിച്ച്
കുഴിയിൽ വീണ എണിച്ച് തിരിച്ച് ജപിക്കണം, അത്രയേ ഉള്ളൂ. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ട്. ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, ഭഗവാൻ നമ്മളൊരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ ഭഗവാൻ 100 സ്റ്റെപ്പ് ഇങ്ങോട്ടേക്ക് എടുത്തു വയ്ക്കും. അങ്ങനെയാണ് ഭഗവാൻ ഭക്തവത്സലനാണ്. പരമാത്മാവായിട്ട് നമ്മൾ എപ്പോഴും കൂടെ, ഭക്തൻ്റെ കൂടെ രക്ഷിക്കുകയാണ്. നമ്മൾ ഇനിയിപ്പോൾ എത്ര വലിയ പാപങ്ങൾ ചെയ്തിട്ട് മലത്തിൽ പുഴുവായിട്ട് പോയ ആ ഭഗവാൻ അത്രയും ദയാളുവാണ്. ആ മലത്തിലുള്ള പുഴുവിൻ്റെ ജീവാത്മാവിൻ്റെ അടുത്ത് പരമാത്മാവ് വന്നിട്ട് നമുക്ക് രക്ഷപ്പെടുത്തും. അങ്ങനെ അതാണ് അജാമിലെ മോക്ഷത്തിലും കാണുന്നത്. ഭഗവാൻ അജാമിലിനെ ഇത്ര വലിയ പാപം ചെയ്തിട്ടുള്ളൊരു പരമാത്മാവായിട്ട് തോന്നിക്കുകയാണ്. മോനെ നാരായണ എന്ന് പേര് കൊടുത്ത് രക്ഷപ്പെടുത്താണ്. അപ്പോൾ ഇത് ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഭഗവാൻ ഇവിടെ അർജുനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അർജുന നീ പറയും, ദേഷ്യത്തിലാണ് പറയുന്നത്. ആദ്യം ഭഗവാൻ പറയുന്നത് ക്ഷിപ്രം ഭവതി ധർമാത്മ ശാശ്വത ശാന്തി നിഗച്ഛതി. വളരെ പെട്ടെന്ന് ധർമാത്മാവും ശാശ്വതമായിട്ടുള്ള ശാന്തി കിട്ടും. പിന്നെ പറയാണ് വളരെ സ്ട്രിക്റ്റായിട്ട്, കൗന്തെയ അർജുന പ്രതിജാനിനി നാമേ ഭക്ത പ്രണശ്യത്തി, നീ ഡിക്ലെയർ ചെയ്യും. എന്തുകൊണ്ട് അർജുനെ കൊണ്ട് പറയിപ്പിക്കുന്നത് വെച്ചാൽ ഭഗവാൻ പലപ്പോഴും ഭഗവാന്റെ സത്യം പൊട്ടിക്കലുണ്ട് ഭക്തന്മാർക്ക് വേണ്ടിയിട്ട്. പല പ്രാവശ്യം നമ്മൾ കാണലുണ്ട്. ഭഗവാൻ ഒന്ന് പറയും, പക്ഷെ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതന്നെ എന്താ പറയുക, പറഞ്ഞ സത്യ ഇത് പൊട്ടിക്കലുണ്ട്. അപ്പം അതുകൊണ്ട് അർജുൻ്റെ മാതിരി ആൾക്കാർ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇതേമാതിരി. പിന്നെ ഇവരൊക്കെ സത്യസന്ധന്മാരാണ്, നുണ പറയാത്ത ആൾക്കാരാണ്. യുധിഷ്ഠിര ചക്രവർത്തി, പാണ്ഡവന്മാർ. അപ്പം അവർ പറഞ്ഞാൽ ഒരിക്കലും എന്താ പറയുക നുണയാവില്ല അത്. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ പറയിപ്പിക്കുന്നത്, കൗന്തെയ പ്രതിജാനിനി നാമേ ഭക്ത പ്രണശ്യത്തി. അപ്പോൾ ഇതിൻ്റെ ഗീതയുടെ 18 ചാപ്റ്ററിൽ ആദ്യത്തെ 6 കർമ്മയോഗം ബന്ധപ്പെട്ടത് പറയുന്നു. പിന്നെ അവസാനത്തെ 6 13 to 18 ജ്ഞാനയോഗത്തിനെ കുറിച്ച് പറയുന്നു. ഈ നടുക്കുള്ള ചാപ്റ്റേഴ്സ് ഭക്തിയോഗത്തിനെ കുറിച്ച് പറയുന്നു. അതിൽ 9 ദ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ, രാജഗുഹ്യം. ഇത് വളരെ സീക്രട്ടായിട്ടുള്ള ഒരു നോളേജാണ്. അതിൽ ഈ അവസാനത്തെ കൺക്ലൂഷൻ ചാപ്റ്റേഴ്സ് 29 മുതൽ 34 വരെ ഏറ്റവും എന്താ പറയുക പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ കൺക്ലൂഷൻ ആണ് 34. അതാണ് ഭഗവത്ഗീതയിലത്തെ ഏറ്റവും പ്രധാനമായിട്ട്. ഇതൊക്കെ എല്ലാം ഈ ജ്ഞാനം കൊടുക്കണം എന്താ, ഈ സീക്രട്ടായിട്ടുള്ള നോളേജ്. മൺമണാഭാവ മദ്ഭക്തോ എന്നെ എപ്പോഴും എപ്പോഴും എന്നെ ഭാവത്തിൽ എപ്പോഴും മനസ്സിൽ വയ്ക്കുക. ഭക്തനാവും. മദ്യാജീമ നമസ്കുരു മമേവ ശ്രീയുക്തൈവാം ആത്മന മത്പറയാണ്. കൺക്ലൂഷൻ ഇതൊക്കെ ഗീതയുടെ കൺക്ലൂഷനാണ്. എപ്പോഴും നമ്മൾ ഭഗവാനെ ഹൃദയത്തിൽ എപ്പോഴും മനസ്സിൽ വയ്ക്കുക, വർഷിപ്പ് ചെയ്യുക, നമസ്കരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിജയിച്ച് അർജുൻ പറയുന്ന മാതിരി നമുക്കൊരിക്കലും നാശം സംഭവിക്കുന്നില്ല. ഇഷ്ടംപോലെ നമ്മൾ ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂറിൻ്റെ ഡിസപ്പിയറൻസ് ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു. അത് 1896 ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂറിൻ്റെ ഒരു വലിയ സന്യാസി ശിഷ്യ ഉണ്ടായിരുന്നു. അദ്ദേഹം ബ്രഹ്മചാരിയായിട്ടുള്ളപ്പോൾ ഒരിക്കൽ അറിയാതെ ഒരു പെണ്ണായിട്ട്, ആ കാലഘട്ടത്തിൽ അതൊക്കെ വലിയതാണ് ബ്രഹ്മചാരി. അദ്ദേഹം പുതിയ ആളായിരുന്നു, ക്ഷേത്രത്തിൽ ബ്രഹ്മചാരിയായിരുന്നു. ഒരു പെണ്ണായിട്ട് എന്തൊക്കെ സംസാരിച്ചു. അതൊക്കെ ആ കൾച്ചറിൽ ആ ടൈമിൽ അത് വലിയതാണ് ബ്രഹ്മചാരി. അപ്പോൾ അങ്ങനെ ആ പെണ്ണായിട്ട് ഒരു പ്രേമോ അങ്ങനെ എന്തോ ഉണ്ടായി. അപ്പോൾ അവിടെ ആശ്രമത്തിൽ ഉടനെ അദ്ദേഹത്തിനെ പുറത്തേക്ക് ആക്കി. അപ്പോൾ ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അവിടെ വലിയ ക്ഷേത്രത്തിന് നിർമ്മാണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനാഗ്രേഷന് വേണ്ടി വന്നപ്പോൾ ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ചോദിച്ചു, എവിടെയാ നല്ല ഒരു പുതിയ ഭക്തൻ ഉണ്ടായിരുന്നല്ലോ ബ്രഹ്മചാരി, എവിടെ ചോദിച്ചപ്പോൾ അവർ വലിയ ഇതിൽ പറഞ്ഞു, അത് അവൻ ഒരു ചെറിയൊരു പെണ്ണായിട്ട് ഇത് ഉണ്ടായി, എന്താ പറയുക സംസാരം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ബ്രഹ്മചാരിയായിട്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ആക്കി.
അപ്പോൾ ഇത് കേട്ടോണ്ട് ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വലിയ ക്ഷേത്രം നിർമ്മാണം ഒന്നും വേണ്ട, എനിക്ക് എന്താ പറയുക, എത്ര ചോര കളഞ്ഞിട്ടാണ് ഞാൻ ഈ ഭക്തന്മാരുണ്ടാക്കണം. എന്നാൽ ഇത് ശുദ്ധ ഭക്തിയാണ്. എന്താ പറയുക, ഉരുളക്കിഴങ്ങ് കടയിൽ എന്നും ഒരുപാട് കസ്റ്റമേഴ്സ് പോകും, പക്ഷെ വൈരം ഡയമണ്ട് സ്ഥലത്ത് വളരെ കുറച്ച് ആൾക്കാരെ അങ്ങനത്തെ അർഹതയുള്ള ആൾക്കാർക്ക് അവിടെ പോകാൻ പറ്റില്ല. എല്ലാവർക്കും ഈ ഡയമണ്ട് ഷോപ്പിൽ പോകാൻ പറ്റില്ല. അതാണ് വളരെ ദുർലഭം. ദിവസം ഒരു കസ്റ്റമർ. സ്വർണ്ണക്കടയിലും പിന്നെ പോകും ആൾക്കാർ, പക്ഷെ ഡയമണ്ട് മേടിക്കാൻ ഏറ്റവും വില പിടിച്ച സാധനമല്ലേ. കസ്റ്റമേഴ്സ് വളരെ കുറവാണ്. അതേമാതിരി ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നുണ്ട്, ഈ ശുദ്ധ കൃഷ്ണ ഭക്തി പറയുന്നത് അത്രയും അത് അർഹിക്കുന്ന ആൾക്കാർ ബഹുനാം ജന്മനാമത്തിൽ പല പല ജന്മങ്ങൾ എടുത്തിട്ടാണ് അവർക്ക് ഈ അർഹത കിട്ടുന്നത്. മനുഷ്യാണാം സഹശേഷി 10 ലക്ഷം ആൾക്കാർക്ക് ഒരാൾക്ക് അത് മനസ്സിലാവുള്ളൂ ഇതിനെക്കുറിച്ച്. ഇപ്പം ഇത്ര ചോര കളഞ്ഞിട്ടാണ് ഈ സിദ്ധാന്തം ഇതാക്കിയിട്ടാണ് ഭക്തന്മാരുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഈ ശുദ്ധഭക്തിയിൽ അങ്ങനത്തെ ആൾക്കാരെ വരുള്ളൂ. എന്നിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ അവന് പുതിയ ആളാണ്, ബ്രഹ്മചാരി, ഇങ്ങനെ നിങ്ങൾ അവനെ പുറത്തേക്ക് ആക്കിയത്. അതുകൊണ്ട് എനിക്ക് ക്ഷേത്രം ഉദ്ഘാടനത്തിന് വേണ്ട, ഒന്നും വേണ്ട. അദ്ദേഹത്തിന് ആകെ ഇമോഷണലായി, കരച്ചിൽ വന്നു. ഇതാക്കി പറയുമ്പോൾ അത്ര വലിയ അടുപ്പമൊന്നുമില്ല, കുറച്ച് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞ അവനെ തിരിച്ച് കൊണ്ടുവരാതെ എനിക്ക് വേണ്ട, ഞാൻ തിരിച്ച് പോകാമെന്ന്. അത് ബംഗ്ലാദേശിൽ ഢാക്കയിലൊക്കെ വെച്ചിട്ടായിരുന്നു ആ സമയത്ത്, 896 ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഇവരെല്ലാവരും ഓടിയിട്ട് നോക്കാൻ തുടങ്ങി അവിടെ ഇവിടെ നിന്നൊക്കെ. പക്ഷെ പണ്ട് കാലമായതുകൊണ്ട് എത്ര അറിയാതെ കുറച്ച് വിദ്യാഭ്യാസമുള്ള ആളാണ്. അന്നെന്തോ ചെറിയ മെക്കാനിക്കൽ എന്തോ പഠിച്ച ആളായി ബ്രഹ്മചാരി. അപ്പോൾ ഈ വാച്ച് ഷോപ്പിൽ അത്ര വലിയ പഠിപ്പുണ്ടായിട്ടും പെട്ടെന്ന് ആശ്രമത്തിൽ പോയപ്പോൾ വാച്ച് ഷോപ്പിൽ റിപ്പയർ ചെയ്യുന്ന ആളായിട്ട് അവിടെ ജോലി ചെയ്യണം. അപ്പോൾ വളരെ പ്രയാസമായിരുന്നു. കാരണം അദ്ദേഹം ആശ്രമത്തിൽ പ്രസാദം ഒരു സാത്വിക ജീവിതം കഴിച്ചിട്ട് അവിടെ ചെന്നിട്ട് എന്താ പറയുക, കർമ്മികളുടെ അടുത്ത് സാധാരണ ആൾക്കാരുടെ ഇടയിൽ വളരെ പ്രയാസമാണ്. അതായത് ഇങ്ങനെ മീനിനെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ഇട്ടാൽ പ്രയാസമല്ല ജീവിക്കാൻ. അതുമാതിരി ഒരു ഭൗതിക ജീവിതത്തിൽ അയാൾ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുകയായിരുന്നു അവിടെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ബ്രഹ്മചാരിമാരെ കണ്ടപ്പോൾ തന്നെ ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി. ഓടി വന്നു അവരടുത്ത്. അവർ ജസ്റ്റ് അയാൾക്ക് അറിയില്ല തിരിച്ചു വിളിക്കാനെന്ന്. എന്നാലും അദ്ദേഹത്തിന് ഭയങ്കര റിപ്പൻറ്റൻസ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, ഞാൻ ഇത്ര വലിയ ഒരു കൃഷ്ണഭക്തിനെ വിട്ടിട്ട് ഇങ്ങനത്തെ ഒരു ഇതിൽ ഇടപെട്ടല്ലോ ഞാൻ. എന്നിട്ട് ഞാൻ എൻ്റെ എല്ലാം ഇതും കളഞ്ഞത് ദുഃഖത്തിലായിരുന്നു അയാൾ അവിടെ. അപ്പോൾ ഇദ്ദേഹം ഓടിപ്പോയിട്ട് അവരെ കണ്ട ഉടനെ മാപ്പ് ചോദിക്കാനോ പോയില്ല, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പോയി എന്നെ മാപ്പ് തന്നെ അയാൾ കരയാൻ തുടങ്ങി. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ അയാൾക്ക് തിരിച്ച് പോകാനൊന്നുമല്ല അയാൾ വിചാരിച്ചത്. അത് മറ്റൊരു ബ്രഹ്മചാരി വന്നത്. അവർ പറഞ്ഞാൽ തിരിച്ചു വരും, മഹാരാജ് ഭക്തിസിദ്ധാന്ത മഹാരാജ് നിങ്ങളെ വേണ്ടി നിങ്ങൾ ചോദിച്ചു. ഇത് കേട്ടപ്പോൾ അയാൾക്ക് ഇനിയും കരയാൻ തുടങ്ങി. ഞാൻ പക്ഷാതാപിക്കായിരുന്നു അതേമാതിരി എത്ര വലിയ തെറ്റ് ചെയ്തോന്ന്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങളെ എന്നെ കാണാൻ വരുമെന്ന്. അത് മാത്രമല്ല ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാനും മാത്രമല്ല ഭക്തിസിദ്ധാന്ത മഹാരാജ് എന്നെ അങ്ങനെ ഓർത്ത് എന്നെ തിരിച്ചു വിളിച്ചു എന്ന് കേട്ടപ്പോൾ അയാൾക്ക് അതിലാരെ കരച്ചത്. എന്നിട്ട് അയാളവിടെ ആശ്രമത്തിൽ പോവാം. അപ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരച്ചിലായി. അപ്പോൾ അങ്ങനത്തെ ദയാലുവാണ് വൈഷ്ണവന്മാർ. അവർ ബാക്കിയുള്ളവരെ എന്താ പറയുക, തെറ്റുകൾ സത്യസന്ധമായിട്ടുള്ളവരൊക്കെ ചെറിയ തെറ്റുകൾ പറ്റുക. പക്ഷേ ഈ പൊളിറ്റിക്സ് രാഷ്ട്രീയം കളിക്കുന്ന ഭക്തം അതാണ് ഏറ്റവും വലിയ അപരാധം, ബോധപൂർവം ചെയ്യണത്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ എന്നിട്ട് എന്താ സംഭവിച്ചത്, ഈ ഭക്തൻ വലിയൊരു സന്യാസിയായി, ഒരുപാട് ഭക്തന്മാരുണ്ടാക്കി, ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ഒരു വിപ്ലവം ഉണ്ടാക്കി, ഒരു വലിയ സന്യാസിയായി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വളരെ സൂക്ഷിക്കണം. ബാക്കിയുള്ളവരെ പഴയ ചരിത്രങ്ങൾ പറയാൻ പാടില്ല. അതേമാതിരി ഭക്തിയിൽ വന്നിട്ട് അവിടെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെ ഇതുകൾ കാണരുത്. കാരണം അവർ വലിയ ആയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് വലിയ അപരാധമായി മാറും.
പിന്നെയും പ്രഭുപാദ് ഇവിടെ പറയണേ എന്ന് വിചാരിച്ചത് ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ നമ്മളങ്ങനെ കാണേണ്ടതാണ്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇതാക്കണം, ഞാൻ എത്ര വലിയ പാപിയാണ്, നന്ദിയില്ലാത്ത ഇതാണ്, കൃഷ്ണൻ എനിക്ക് ഇത്ര വലിയ അവസരം തന്നിട്ട് ഞാൻ ഇത്ര വലിയ അപരാധങ്ങൾ ചെയ്യേണ്ടത്, ബാക്കിയുള്ളവരെ വൈഷ്ണവ ഇതിൽ ഒരു ചീത്ത പേര് ഞാൻ ഉണ്ടാക്കുകയാണ് എന്ന് നമ്മൾ ഭയങ്കരമായിട്ട് കുറ്റബോധം വേണം രണ്ട് ഭാഗത്തുനിന്നും. മറ്റേ ബാക്കിയുള്ളവർ നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഇതൊക്കെ പറയണത് നമ്മൾ ബാക്കിയുള്ളവരെ കാണുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേ സമയത്ത് നമ്മൾ എപ്പോഴും നമ്മൾ പക്ഷാതാപം ഉണ്ടാവണം. നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ, അപരാധങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാണ് കൺക്ലൂഷൻ. അവസാനം ഇങ്ങനെയൊക്കെ ഭക്തിയോഗത്തിൽ വന്നവർക്ക് പല പോരായ്മകളുണ്ടെങ്കിലും നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുന്നതുകൊണ്ട് ഈ ബാക്കിയുള്ള 26 ക്വാളിറ്റി, സഹനം, എളിമ, ഈക്വാനിമിറ്റി, സമദർശിയായിട്ടുള്ളതും അതൊക്കെ പതുക്കെ പതുക്കെ വരും. ഇനി മാക്സിമം പോയാൽ ഈ ജന്മത്തിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും അടുത്ത ജന്മത്തിൽ ഭഗവാൻ ഉറപ്പ് നമ്മളെ രക്ഷിക്കും. ഈ ജന്മത്തിൽ പ്രഭുപാദിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, തുടക്കകാലത്ത് പല ചെറുപ്പക്കാർ ഭക്തിയിൽ വന്നു, പിന്നെ അവർ അത് വിട്ടുപോയി. പിന്നെ കുറേ കാലം കഴിഞ്ഞ് അവസാന കാലത്ത് ഇപ്പം അടുത്ത കാലത്ത് 80 വയസ്സ് 90 വയസ്സായ ഭക്തന്മാരുണ്ടായിരുന്നു. 1960 ചെറുപ്പത്തിൽ ഭക്തിയിൽ വന്ന് പിന്നെ അത് വിട്ടുപോയി. അപരാധങ്ങൾ ഇത് പറഞ്ഞ പാപങ്ങൾ ചെയ്തിട്ട് അറിയാതെ തിരിച്ച് പഴയ സ്വഭാവത്തിലേക്ക് ഇറങ്ങിയിട്ട് മദ്യപാനം വരും. പക്ഷെ അവസാന കാലഘട്ടത്തിൽ അവർ തിരിച്ച് വൃന്ദാവനത്തിൽ വന്ന് പുണ്യ സ്ഥലത്ത് ഭക്തന്മാരിടയിൽ ശരീരം വിട്ടവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതാണ് സ്വൽപാൽപസ്യ ധർമ്മസ്യ ത്രായത്വം മാത്തോഭാവം പറഞ്ഞാൽ ഒരു സ്വല്പം എന്താ പറയുക ഭാവന വേണ്ടിയിട്ട് സേവ ചെയ്ത ഭാവന ഒരിക്കലും നമ്മൾ ഈ ജന്മത്തിൽ തന്നെ നമ്മൾ കാണാനുണ്ട്. ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഭക്തന്മാർ അമേരിക്ക, ജർമ്മനി, അവരൊക്കെ അവർ ആ കണ്ടീഷനിൽ വളർന്നുകൊണ്ട് വീഴ്ച പറ്റി. പിന്നെ ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് അവർ അവസാന കാലത്ത് തിരിച്ച് ഭക്തിയിലേക്ക് വന്നിട്ട് അവർ ഭഗവാന്റെ അടുത്തേക്ക് പോയി അവർ വിജയിച്ചിട്ടുണ്ട് ജീവിതം. ഹരിബോൾ, ഹരേ കൃഷ്ണ. Thank you. Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare. Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare. Hare Rama, Rama Rama, Hare Hare. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നാമജപം മാത്രമല്ല, നമ്മൾ പ്രഭുപാദ് പറയേണ്ടത് നമ്മൾ ഒറ്റയ്ക്ക് എന്താ പറയുക നമുക്ക് നാമം ജപിച്ചാൽ കുറേ കാലത്തേക്ക് നിൽക്കില്ല. അതിന് എന്താ പറയുക എല്ലാം ബാലൻസ്ഡ് ആയിട്ടിരിക്കണം. ഇപ്പം എങ്ങനെ വണ്ടിയുണ്ട്, ഡ്രൈവറുണ്ട്. അപ്പോൾ ഈ ഇതിൽ പറയണ്ടേ അഭിശാര ദുരാശാര അതിലെ പ്രഭുപാദ് ഒരു പർപ്പട്ടിൽ പറയണ്ടായി. നമ്മൾ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ കാറിന് പെട്രോൾ ഒഴിക്കണം, ഡ്രൈവറിനും ഉള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ട് ഡ്രൈവറിന് ഭക്ഷണം കൊടുക്കണം, ഭൗതിക വണ്ടിക്ക് പെട്രോളൊക്കെ അടിക്കണം എന്ന് പറഞ്ഞാൽ ശരീരം ഒരു വണ്ടിമാരിയാണ്. അപ്പോൾ ശരീരം ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളെ ഉത്തരവാദിത്തൻ്റെ പല കാര്യങ്ങളുണ്ട്. ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്കുള്ള കടമകൾ ചെയ്യണം, ഭാര്യയാണെങ്കിൽ ഭർത്താവ് വീടുകളിലുള്ളത്. അല്ലാണ്ട് വെറുതെ എന്താ പറയുക ഞാൻ ഭക്തിയെ പറഞ്ഞിട്ട് പോയ ചീത്ത പേരാണത്. അപ്പോൾ അതുമാതിരി ആത്മാവിന് ഉള്ള ഇതിനും നെഗ്ലക്റ്റ് ചെയ്യരുത്. വളരെ പ്രാധാന്യം. നാമജപം വേണം, പിന്നെ പുസ്തക വായന, മെയിനായിട്ട് സത്സംഗം പറഞ്ഞാൽ ഒന്നിച്ചിട്ടുള്ള ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെടുക, പിന്നെ അവിടെ സേവനം ചെയ്യുക, കേൾക്കുക. പിന്നെ ഇത് എങ്ങനെ വെച്ചാൽ ഒരു കത്തീനെ മൂർച്ച കൂട്ടുന്ന മാതിരിയല്ലേ. അവർ കത്തി നമ്മൾ ഇടയ്ക്ക് ഭയങ്കരമായിട്ട്
അതിൻ്റെ ഷാർപ്നെസ് പോയ ബ്ലണ്ടായ നമ്മൾ അതിനെ ഉരച്ച് ഷാർപ്പാക്കും. അപ്പോൾ ഈ ഞായറാഴ്ച പറയണത് ദിവസം നമ്മൾ ബാറ്ററി ലോ ആയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളവരല്ല നല്ലത് ഇവിടെ വന്നിട്ട് നല്ലത് കാണണം, എന്നാലേ ഈ ഗുണം കിട്ടുള്ളൂ. ആ വൈബ്രേഷൻ വൈബ്രേഷൻ ബാക്കിയുള്ളവരെല്ലാം കണ്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഷാർപ്പണാവും. നമ്മൾ ബാക്കിയുള്ളവരെ അടുത്ത് പോയി അവർ എടുത്ത് സംഘം ചേരുമ്പോൾ ഇവിടെ വന്ന് നമ്മൾ രാഷ്ട്രീയം സംസാരിക്കാതെയും ബാക്കിയുള്ളവരെ കുറിച്ച് സംസാരിക്കുക. ഈ ഒരു കുറച്ച് സമയത്തെ നമ്മൾ നല്ല കാര്യങ്ങൾ ഗോസിപ്പിംഗ് പറയും ഇംഗ്ലീഷിൽ, കുഷ് അങ്ങനെ അങ്ങനത്തെ. സോറി കേട്ടോ, ഇത് എനിക്ക് വേണ്ടി പറയട്ടെ, ഞാൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വയം പറയുന്നതാണ് ഇത്. അപ്പോൾ ഇത് നമുക്കുള്ള ഓർമ്മയായിരിക്കും. പറഞ്ഞാൽ അങ്ങനെ ബ്രെയിനിനെ നമ്മൾ ട്രിക്ക് ചെയ്യാണ് പറഞ്ഞ് പോസിറ്റീവായിട്ട്. അപ്പോൾ സ്വയമുള്ള പ്രചരിപ്പുമാണ്, എനിക്ക് വേണ്ടിയുള്ള പ്രചരിപ്പുമാണ്. അനാവശ്യ കാര്യങ്ങൾ നമ്മളെന്ത് ഫോക്കസ് ചെയ്താലും അല്ലേ, ഈ ആൾക്കാർ ഒരുപാട് അമിതാഭ് ബച്ചനെ മോഹൻലാലിനെ മമ്മൂട്ടിനെ ഫോക്കസ് ചെയ്യുമ്പോൾ അവർ വളരും. മൊബൈലിൽ അങ്ങനെ നിറയെ പേര് ഫോക്കസ് ചെയ്യുമ്പോൾ മൊബൈൽ കമ്പനികൾ വളരും. അതേമാതിരി നമ്മൾ കൃഷ്ണനെ ഫോക്കസ് ചെയ്താൽ നമ്മൾ കൃഷ്ണഭക്തി വളരും. ബാക്കിയുള്ളവരെ നെഗറ്റീവ് പോരായ്മകൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് നമ്മളുടെ ഇതിൽ വളരും. നല്ലത് ഇതാവുമ്പോൾ നല്ലത് വളരും. അപ്പോൾ അങ്ങനെ വെച്ചാൽ ഫാൾ ഡൗൺ ആവില്ല. സിമ്പിളാണ്. പ്രഭു എന്നോട് പറഞ്ഞിരുന്നു ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട്. പുതിയ ആൾക്കാരുണ്ടാവും, ഇത് പറയണം, ഞാൻ മറന്നു പോയതാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ പ്രസാദത്തിൻ്റെ കാര്യം പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട് തോന്നാം. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പ്രാവശ്യം വലിയൊരു ഭക്തൻ രാധേശ്യാം പ്രഭു വന്നപ്പോൾ പറഞ്ഞതായിരുന്നു ഈ കാര്യം, പ്രസാദത്തിനെ കുറിച്ച്. സാധാരണ ഭക്ഷണം, ഞാനൊരു മെഡിക്കൽ അലോപ്പതി ഡോക്ടറാണ്. അപ്പോൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നത് ലിവർ ഇതിലേക്ക് വയറിലേക്ക് പോയി ബ്ലഡിലേക്ക് അത് പോയി തിരിച്ച് ലിവറിൽ പോവും. അതാണ് ഫാക്ടറി അല്ല. എന്നിട്ട് സെൽസിലേക്കൊക്കെ ഊർജം നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസും അത് മറ്റേ അന്നജങ്ങൾ പോയിട്ട് സെൽസിൽ ഇൻസുലിൻ ചെന്നിട്ട് ഇൻസുലിൻ ചായം വരെ തുറന്നിട്ട് എല്ലാം ഇത് ന്യൂട്രീഷൻ അതിലേക്ക് ഇടും, എന്നിട്ട് അടയ്ക്കുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയാണ്, സെൽസിലേക്ക് പോവും ഒരു ഭാഗം, ഇനിയൊരു ഭാഗം വിസർജനമായിട്ട് പോകും, മലം മൂത്രം ഇതായിട്ട്. അല്ലേ, നമ്മൾ കാണില്ലേ, അതൊക്കെ വേസ്റ്റാണ് വിസർജനം. അതാണ് ത്ര പറഞ്ഞാൽ ഫ്രീ ആക്കാം, മൂത്ര പറഞ്ഞാൽ ഫ്രീ ആക്കാം, പുത്ര പറഞ്ഞാൽ പൂ പറഞ്ഞ നരകത്തിൽ നിന്ന് ഫ്രീ ആക്കുന്നത്. അതേമാതിരി ഇതൊക്കെ വിസർജനമാണ്, വേസ്റ്റ്. അതാണ് രണ്ടായിട്ട് ഡിവൈഡ് ആകുന്നുണ്ട്. പ്രസാദം എന്താ വ്യത്യാസമുണ്ട്? പ്രസാദം അതുമാതിരിയാണ്, കഴിക്കുമ്പോൾ കോശത്തിലേക്ക് പോകണം, വിസർജനം. പക്ഷെ മൂന്നാമത്തെ ഭാഗം പ്രസാദത്തിന് മാത്രമാണ്, വിഷ്ണു പ്രസാദത്തിന്. ഇത് നമ്മളെ ആത്മാവിലേക്കും സൂക്ഷ്മ ശരീരത്തിലേക്ക് പോയി ആനന്ദം കിട്ടും. പിന്നെ ആത്മാവിലേക്ക് പോയി നമുക്ക് കൃഷ്ണബോധം കിട്ടും. അപ്പോൾ ഈ പ്രസാദം പറയുന്നത് വളരെ അതും കിട്ടണമെങ്കിൽ പ്രഭുപാദ് പറയേണ്ട, എത്ര വലിയ മഹാഭാവിയായെങ്കിലും ഒരു മറ്റ് പ്രസാദം നമ്മളുടെ കൃഷ്ണപ്രസാദം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പ് അവർക്ക് നരകം കാണേണ്ട ആവശ്യമില്ല, ഒരു രക്ഷപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ കൃഷ്ണബോധത്തിന് നമ്മൾ പ്രസാദമായിട്ട് കൊടുക്കുന്നത്. അല്ലാണ്ട് നമ്മൾ എല്ലാവരും ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ജസ്റ്റ് സാധാ ഭക്ഷണമല്ല. ചരിത്രത്തിൽ നോക്കിയാൽ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ആപ്പിൾ കമ്പനിയുടെ, അദ്ദേഹം പിടിക്കുന്ന ആപ്പിൾ മൊബൈലാണ്, ഐഫോൺ. എൻ്റെ സ്റ്റീവ് ജോബ്സ് പോയി അദ്ദേഹം പറയേണ്ട, ഞാൻ വിശന്നിരിക്കുമ്പോൾ 8 മൈൽ 1960 കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം പോയിട്ട് നമ്മളെ ഇസ്കോണിൻ്റെ അന്താരാഷ്ട്ര കൃഷ്ണബോധം ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസിൻ്റെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്ത് അവിടെ പോയിട്ട് ഈ പ്രസാദത്തിന് വേണ്ടിയിട്ട് ഒന്ന് പട്ടിണിയായിരുന്നു. ആ പട്ടിണിയോട് അദ്ദേഹം പോയി അവിടെ അത് കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാം ആനന്ദം കിട്ടിയിരുന്നു. കാരണം അത് പ്രത്യേക ഒരു സാത്വികത തോന്നിയിരുന്നു അത് അദ്ദേഹം കഴിച്ചിട്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിന്താഗതികളൊക്കെ മാറിയിരുന്നു. ഇത് സാധാരണ ആൾക്കാരല്ല പറയുന്നത്, അത് സ്റ്റീവ് ജോബ്സ്. അങ്ങനെ ഇത് കഴിച്ചിട്ടായിരുന്നു ഒരുപാട് മയക്കുമരുന്ന് അടിക്കാർ,
എന്നാലും പ്രഭുപാദർ അന്ന് പോയപ്പോൾ ഈ വാസ്റ്റായിട്ട് പ്രചരിപ്പ് ഇത് പ്രസാദ് കൂടിയ ഒരുപാട് ആൾക്കാർ ഭക്തന്മാരായിട്ടുണ്ട്. മാത്രമല്ല അവിടെയൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പറഞ്ഞ ധർമ്മത്തിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ പാടില്ല, മതത്തിനെ കുറിച്ചിട്ട് ഇവിടെയൊക്കെ കോളേജുകളിലൊക്കെ. അപ്പോൾ കുക്കിംഗ് മേല നമ്മൾ നടത്തില്ലേ, അതേമാതിരി അങ്ങനത്തെ കുക്കിങ്ങിന് ബന്ധപ്പെട്ടുള്ള എക്സിബിഷനൊക്കെ നടത്തും ഭക്തന്മാർ. എന്നിട്ട് അവിടെ എല്ലാം നിവേദിച്ചിട്ട് പ്രസാദം പറഞ്ഞു കൊടുക്കില്ല. എല്ലാവരും വെജിറ്റേറിയൻ കിച്ചൺ പറഞ്ഞിട്ട് അവിടുന്ന് ഇതൊക്കെ കൊടുക്കും. എന്നിട്ട് അതൊക്കെ ആദരിച്ചിട്ട്, അതുകൊണ്ടാണ് പ്രസാദം ആദരിക്കുക എന്ന് പറയാം, കഴിക്കുക എന്നല്ല. പ്രഭുപാദ എപ്പോഴും പറയും ഓണറിങ് പ്രസാദം എന്ന്. അതുകൊണ്ട് പക്ഷെ അത് എപ്പോഴാണ് എഫക്റ്റ് കിട്ടുക, ആ രീതിയിൽ ആദരിക്കുമ്പോഴാണ്. അത് ആദരിക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയം പറയാതെ മറ്റേ മറിച്ച് പറയാണ്ട് നമ്മളത് അങ്ങനത്തെ ഇത് പറഞ്ഞാൽ അത്ര പല പല ജന്മങ്ങൾ കിട്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മളെ സർവ്വ പാപങ്ങളെയും കത്തിക്കും, നമുക്ക് കൃഷ്ണബോധം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോധത്തോടെ നമ്മൾ ആദരിക്കുമ്പോൾ, അതുകൊണ്ട് പ്രസാദം കഴിക്കല്ല, ആദരിക്കുക എന്നുള്ളത്. അങ്ങനെ അതാകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് വിപ്ലവം ഉണ്ടാകും. ആ ബോധത്തോടെ കഴിച്ചാൽ, ഇനിയിപ്പോൾ ബോധത്തോടെ കഴിച്ചില്ലെങ്കിലും കിട്ടും, പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും. എന്തും അങ്ങനെയാണ്, ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ കൂടുതൽ ഇതാണ്, അശ്രദ്ധയായിട്ട് ചെയ്യുമ്പോൾ കുറേ ടൈം കിട്ടും, പക്ഷെ അതിലും ഉറപ്പ് കിട്ടും. ഇപ്പോൾ പ്രസാദം അതാണ് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് പറയും, നമ മഹാപ്രസാദ ഗോവിന്ദ് നമ ബ്രാഹ്മണി വൈഷ്ണവ സ്വല്പ പുണ്യതാണ്. കുറച്ചെങ്കിലും വിശ്വാസം ഈ പ്രസാദത്തിനാണ്, ഈ ഭഗവാന്റെ നാമത്തിനോടും ഭക്തന്മാരോടും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഭൗതിക ലോകത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ട് ഈ ദുഃഖാലയം അശാശ്വതം. ഇവിടെ എല്ലാം അവിടെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്ത് ശരി അത് ശരി, അവർ നല്ലത് ഇവർ ചീത്തത്, ഇവിടെ എല്ലാം ചീത്ത തന്നെയാണ്, ഒന്നും നല്ലതല്ല. അങ്ങനത്തെ അശാശ്വതമായിട്ടുള്ള ലോകത്തുനിന്ന് ശാശ്വതമായിട്ടുള്ള ലോകത്തിലേക്ക് പോകാം. അപ്പോൾ കൺക്ലൂഷൻ ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ എപ്പോഴും ഇത് ഒരു എക്സാംപിളറി ആയിട്ട് ഇരിക്കണം. നമ്മൾ ഈ തിലകവും ഇതൊക്കെ ഇടുന്നതുകൊണ്ട് നമ്മൾ ചീത്തപ്പേര് ഉണ്ടാക്കിപ്പിക്കരുത് പ്രഭുപാദനോ പ്രസ്ഥാനത്തിനോ ഒന്നും. അതേ സമയത്ത് ബാക്കിയുള്ളവരെ ഇത് നമ്മൾ കാണരുത്. ഹരേ കൃഷ്ണ.